മോഡിജി പറഞ്ഞത് സ്വന്തം മകളെ മുക്കുകൊണ്ടെടുത്ത് അയക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കല്യാണം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, പരമാവധി വീട്ടിലിരുന്ന സ്വർണ്ണം എടുത്ത് യൂസ് ചെയ്യണം. ഈ 7 നിർദ്ദേശങ്ങളിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? 25-50 വർഷം മാക്സിമം യൂസ് ചെയ്യാനേ ഉള്ളൂ ഈ ഫോസിൽ ഫ്യൂവൽ. അപ്പോൾ അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് പറ്റും. അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. അത് കോവിഡ് കാലത്ത് നമ്മൾ പരീക്ഷയിൽ വിജയിച്ചു പോകണം. അതെ, തീർച്ചയായും. പക്ഷേ വർക്ക് ഫ്രം ഹോം എല്ലാവരും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറുമ്പോഴത്തേനും കമ്പനികളുടെ ഉൽപാദനക്ഷമതയെ അത് കാര്യമായിട്ട് ബാധിക്കും. ഉൽപാദനക്ഷമത കൂടിയ കമ്പനികളുണ്ട്, ചിലയിടത്ത് കുറഞ്ഞിട്ടുണ്ട്. വിദേശയാത്രകൾ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന പോലെ ഒരു നിർദ്ദേശമായി പോയില്ലേ? പീപ്പിൾ ആർ ഗോയിങ് ടു ബാലി ഓർ പക്ഷേ ലക്ഷദ്വീപ് അതിനേക്കാൾ നല്ലതാണ്. ലക്ഷദ്വീപ് ഇറ്റ്സ് എക്സലന്റ് ദാൻ എനി അതർ ഐലൻഡ്. വർക്ക് ഫ്രം ഹോമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതെ, ഒരു ലക്ഷ്യം അതാണ്. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ലോക്കോ പൈലറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോയി. അവിടെ വർക്ക് ഫ്രം ഹോംസ് ചർച്ച ചെയ്യാനേ പറ്റില്ല. ലോക്കോ പൈലറ്റ് നിലവിലെ ആഗോള പ്രതിസന്ധികളെ മറികടക്കാൻ വ്യക്തിപരമായ സൗകര്യത്തെക്കാൾ രാജ്യത്തിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് PR ശിവശങ്കറാണ്. നമസ്കാരം ചേട്ടാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7 നിർദ്ദേശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 7 നിർദ്ദേശങ്ങളിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് 7 നിർദ്ദേശങ്ങൾ ഒന്നും കൂടെ വായിക്കാം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വർക്ക് ഫ്രം ഹോം, WFH ഷോർട്ട് ഫോമിൽ ഇപ്പോൾ അതാണ് ജെൻസി. അതെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സ്വർണം വാങ്ങരുത്, കുറച്ച് നാളത്തേക്കെങ്കിലും സ്വർണം വാങ്ങരുത് എന്ന രണ്ടാമത്തെ അഭ്യർത്ഥനയായിരുന്നു. 3, നമ്മളേക്ക് തോന്നുന്നത് ചർച്ച ചെയ്ത വിഷയമാണ് പെട്രോൾ ഡീസൽ. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്താണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ പാചകവാതകം അത്തരത്തിലുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂ. 3ാമത്തെ വിഷയം അതാണ് കുറച്ചും കൂടി എനിക്ക് കേരളത്തിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്ന് തോന്നുന്നു. നമുക്കത് ചർച്ച ചെയ്യാം. 5 പ്രധാനപ്പെട്ടത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു 5ാമത്തെ ആവശ്യം. 6, അദ്ദേഹം പറഞ്ഞിരുന്നത് വിദേശ ബ്രാൻഡുകൾ, സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അത് ഒരുപക്ഷെ BJPയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ വർഷങ്ങൾക്ക് മുൻപ് നമുക്കൊരു സ്വദേശി ജാഗരൺ മഞ്ച് എന്നുള്ള സംഘടനയുണ്ട്. അത്തരം സ്വദേശി പ്രസ്ഥാനങ്ങളെ, അത് സത്യത്തിൽ പറഞ്ഞാൽ BJPയുടെയോ സംഘപരിവാർ സംഘടന പോലുമല്ല, മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരകാലത്ത് വെച്ച ഒരു ആശയമാണ്. അതിൻ്റെ ഒരു പിന്തുടർച്ച നിർഭാഗ്യവശാൽ കോൺഗ്രസ് എടുത്തില്ല. അത് BJPയുടേതായി മാറി എന്നുള്ളതാണ്. പല സ്വദേശി പ്രസ്ഥാനങ്ങൾക്കും അത്തരം പ്രശ്നങ്ങളുണ്ട്. BJP ആണ് ഇപ്പോൾ യഥാർത്ഥ സ്വദേശി സംഘടന. അപ്പോൾ അത് വിദേശ ബ്രാൻഡുകൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ട് ഉപയോഗിക്കാവുന്ന 7ാമത് വിദേശ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച 7 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അതിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും താല്പര്യവും കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ ഇൻഫോ പാർക്കിൻ്റെ ചെയർമാനെ കണ്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഡയന ഈ ചർച്ചയ്ക്ക് വന്നതെന്ന്. അപ്പോൾ കേരളത്തിൽ പൊതുവെ IT സെക്ടറിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, ഒരു പരിധി വരെയെങ്കിലും. കുറേയൊന്നും സാധ്യമല്ല. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ലോക്കോ പൈലറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോയിരുന്നു. അവിടെ വർക്ക് ഫ്രം ഹോംസ് ചർച്ച ചെയ്യാനേ പറ്റില്ല. ലോക്കോ പൈലറ്റ് കനോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ, ഈ പറയുന്ന R&D അത്തരം കാര്യങ്ങളിൽ, കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങളിൽ നമുക്കത് പറ്റും. അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന വർക്ക് ഫ്രം ഹോം നടത്തുക എന്നാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയം. അതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ വെറും ഈ നമ്മളുടെ ട്രാവൽ ടൈം മാത്രമല്ല, നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. 2, നമ്മളുടെ ഈ പറയുന്ന ട്രാവൽ കമ്മ്യൂട്ടേഴ്സിൻ്റെ പെട്രോൾ ഡീസൽ ഇതൊക്കെ അറിയാൻ പറ്റും. പൊതുവെയുള്ള ട്രാഫിക് ജാം ഒഴിവാക്കാൻ പറ്റും. കുറച്ചുകൂടി അവർ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും വീട്ടിൽ അത്തരത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാവുന്നത് കൊണ്ടും കുടുംബത്തിൻ്റെ ഒരു ആരോഗ്യവും ഒരു പക്ഷേ കൂടിയൊക്കെ ചിലയിടത്ത് കുറയുകയും ചെയ്തേക്കാം. അങ്ങനത്തെ ട്രോളും വരുന്നുണ്ട്. ഏതായാലും പൊതുവെ കേൾക്കുന്നത് കുടുംബത്തിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഒരു ഹെൽത്തി റിലേഷൻ ഉണ്ടാവും, കൂടുതൽ സംസാരിക്കുവാനും. മറ്റെങ്കിൽ പൊതുവെ ഇപ്പോഴത്തെ ആറ്റം കുടുംബങ്ങൾക്ക് വീട്ടിൽ കാണാനൊക്കെ സമയത്ത് കൂടുതൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ഇത് പൊതുവെ രാജ്യത്തിനും കുടുംബത്തിനും ഗുണകരമാണ്, സൊസൈറ്റിക്കും ഗുണകരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരം ട്രാവൽ കൊണ്ട് നമുക്കറിയാം ഈ കാർബൺ പ്രൊഡക്ഷൻ
ട്രാവലിങ്ങിൻ്റെ അത് കുറയും. ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നറിയാം. ഞാനത് ദീർഘിപ്പിക്കുന്നത് എനിക്കൊന്ന് കഴിഞ്ഞ തവണ അത് ചർച്ച ചെയ്തതാണ്. പ്രധാനമായിട്ടും ഈ വർക്ക് ഫ്രം ഹോമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പൊ അത് മാത്രമാണോ ഇത് ലക്ഷ്യം എന്നുള്ളതാണ്? അല്ല, ഒരു ലക്ഷ്യം അതാണ്. രണ്ട്, ഈ പറയുന്ന ഇപ്പോൾ ലൈക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 വീലർ കാറുകളുടെ എണ്ണത്തിൽ അത് ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ പറ്റാവുന്നിടത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു എക്സാമ്പിൾ ലൈക്ക് ഒരു ഓഫീസ് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ വലിയ ഇലക്ട്രിസിറ്റിയും അതിൻ്റെ വലിയ ഒരു കൺസംഷനും ആവശ്യമുണ്ട്. തീർച്ചയായും അത് ഒരുപക്ഷെ 24/7 വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരാൾക്ക് വ്യക്തിപരമായി വർക്ക് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. ഒരുപക്ഷെ അയാൾ കുറച്ചും കൂടി അയാളുടെ AC ഇല്ലാതെയോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ അത്രയും ഒരു കറണ്ടിൻ്റെ ആവശ്യമില്ലാതിരിക്കും. രണ്ട്, ഇന്നലെ ഞാൻ ചർച്ച ചെയ്തപ്പോൾ വളരെ വിചിത്രമായ എനിക്ക് പുതിയതായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ പൊതുവേ ഇപ്പോൾ നമ്മൾ ഈ ഡിസേബിൾഡ് അല്ലെങ്കിൽ ശാരീരികമായി പരിമിതികളുള്ള ആളുകൾക്ക്, ദിവ്യാംഗർ എന്ന് വിളിക്കുന്ന അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്സും അതേപോലെ തന്നെ ഈ എലിവേറ്റേഴ്സും ഒക്കെയുള്ള രീതി നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ മെൻ്റലി ഇത്തരം പ്രശ്നമുള്ളവർക്ക്, എക്സാമ്പിളിലേക്ക് ഇപ്പോഴത്തെ ഈ വൈറ്റ് ലൈറ്റ് മേ ബി സം കൈൻഡ് ഓഫ് എ പീപ്പിൾ അവർക്കത് കംഫർട്ടല്ല. അവർക്കൊരു ഡിം ലൈറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബ്രൗണിഷ് സോഫ്റ്റ് ലൈറ്റുകളാണ്. അപ്പോൾ അങ്ങനെ അവിടെ അവർ കംഫർട്ടാവുകയുള്ളൂ. പക്ഷേ അവർക്ക് അറിഞ്ഞൂടെ ഇങ്ങനത്തെ ലൈറ്റിലേക്ക് വരുമ്പോൾ അവർ ഡിസ്കംഫർട്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസുകൾ കൂടി ഇന്ന് ഇപ്പോൾ എറണാകുളത്തുണ്ട്. അത്ര ഇൻഫോ പാർക്കിന് അത്ര ഓഫീസുകളുണ്ട് അത്ര. അപ്പോൾ അതിപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ എൻ്റെ ഓഫീസ്, എൻ്റെ വീട് സൃഷ്ടിക്കാം. പക്ഷേ ഒരു ഓഫീസിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കാൻ പറ്റില്ല. മാത്രമല്ലല്ലോ അവിടെ. കറക്റ്റ്. അപ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും, എൻ്റെ ഡിസ്കംഫർട്ടാവും, എൻ്റെ മെൻ്റൽ ഒരു സ്റ്റേജ് ഒക്കെ വ്യത്യാസം വരും. അത് സീനിയർ മാനേജറെ കണക്ട് വിൽ അഫക്റ്റ് എൻ്റയർ ഏരിയ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ ധാരാളം സമയം പോകും. അപ്പോൾ വർക്ക് ഫ്രം ഹോമത്തിന് അത്തരത്തിലുള്ള, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാർബൺ ന്യൂട്രാലിറ്റി നമ്മൾ 2030 എഗ്രി ചെയ്ത പ്രകാരമാണെങ്കിൽ വി ഹാവ് ടു റീച്ച് ദാറ്റ്. ഓരോ സ്റ്റെപ്പും അതിന് വളരെ പ്രധാനമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞാണ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു 25-50 വർഷം മാക്സിമം യൂസ് ചെയ്യാനേ ഉള്ളൂ ഈ ഫോസിൽ ഫ്യൂവൽ. അപ്പോൾ അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് പറ്റും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സോളാറിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എനർജിയിലേക്കോ പോയേ പറ്റും. അതുകൊണ്ടൊക്കെ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. അത് കോവിഡ് കാലത്ത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു പോകണം. അതെ, തീർച്ചയായും. പക്ഷേ വർക്ക് ഫ്രം ഹോം എല്ലാവരും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറുമ്പോഴത്തേനും കമ്പനികളുടെ ഉൽപാദനക്ഷമതയെ അത് കാര്യമായിട്ട് ബാധിക്കും. 2 പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ഒന്ന്, ഉൽപാദനക്ഷമത കൂടിയ കമ്പനികളുമുണ്ട്, ചിലയിടത്ത് കുറഞ്ഞിട്ടുമുണ്ട്. അത് ഡിപ്പെൻസ്. ഇപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ എക്സാമ്പിൾ ലൈക്ക് ചിലവർ വീട്ടിലിരുന്നാലായിരിക്കും കൂടുതൽ കംഫർട്ട്, അവരവിടെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലവർക്കത് പറ്റിയിട്ടുണ്ടാവുകയില്ല. അത് എനിക്ക് തോന്നുന്നത് ഒരു ഇത്തരം കൾച്ചറുകൾ നിങ്ങളതിൻ്റെ റിസൾട്ട് എടുക്കേണ്ടത് 1 മാസമോ 1 വർഷത്തേക്കല്ല. ഇറ്റ്സ് ഒരു ലോങ് ടൈം ഇതാണ്. ഇപ്പോൾ നെൽകൃഷി ആദ്യമായിട്ട് തുടങ്ങുന്ന പാടത്ത് ഉണ്ടാകുന്ന കൃഷിയുടെ ഉൽപ്പാദനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് തമ്മിൽ കാര്യമില്ല. അതിന് 3-4 ജനറേഷൻ കഴിയുമ്പോൾ ഉണ്ടാകേണ്ട, കാരണം അതിന് ഒരു മണ്ണ് കൾച്ചർ ചെയ്യേണ്ടി വരും. അതിൻ്റെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ വാട്ടർ കണക്ടിവിറ്റി, നാച്ചുറൽ വാട്ടർ കണക്ടിവിറ്റി, ഇത്തരം പല കാര്യങ്ങളുണ്ടല്ലോ. വർഷങ്ങളുടെ പരീക്ഷണത്തിലാണ് അറിയാം. ഇതൊരു 4-7 ജനറേഷൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം റിസൾട്ട് ഒരു പൂർണ്ണമായിട്ട് ശരിയാവില്ല, പക്ഷേ ചില അപാകതകൾ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. എനിക്കറിയില്ല അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന്. ദാറ്റ് ഇസ് വലിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതാണ്. 2, നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ സംസാരിച്ചത് സ്വർണം വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വർണ്ണത്തിൻ്റെ ഏതാണ്ട് 89-90% ചില പഠനങ്ങൾ കാണിക്കുന്നത് 1% ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. ഓൾമോസ്റ്റ് 90% വി ആർ ഇമ്പോർട്ടിങ്. പിന്നെ റീയൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആഭരണം വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗമായിട്ടും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഇൻഡസ്ട്രി യൂസേജിനും ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തും. അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതെല്ലാം കൂടെ നോക്കിയാലും നമുക്ക് ഒരു നല്ലൊരു ശതമാനം വാങ്ങിക്കുന്നത് ഇവിടുത്തെ വിവാഹത്തിനും അല്ലെങ്കിൽ വിവാഹേതര ഇൻവെസ്റ്റ്മെൻറ്റിന് ഉള്ള നല്ലതാണ്. പക്ഷേ അത്തരം യൂസേജ് ഉണ്ട്. ബട്ട് ആക്ച്വലി ദിസ് ഈസ് എ ഡെഡ് സ്റ്റോക്ക്. ഈ പണം
ഒരു എപ്പോഴും ചക്രത്തിൽ ഈ എക്കണോമിക്സ് സർക്കിൾ, അപ്പം നിങ്ങളുടെ പണം ഇങ്ങനത്തെ സർക്കിളിൽ എത്തിയില്ല എങ്കിൽ ഇതുകൊണ്ട് ഇപ്പം നിങ്ങളൊരു 100 പവൻ മേടിച്ചിട്ട് സൂക്ഷിച്ചു വെക്കുന്നു നിങ്ങളുടെ മകൾക്ക്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് അച്ഛൻ മേടിച്ചു വെച്ച് 20 വർഷം മേടിച്ച സ്വർണത്തിൻ്റെ ഒരു ഉപയോഗമില്ലാതിരിക്കുന്നത്. അപ്പോൾ അത്തരം നിർവീര്യമായ സമ്പത്ത് അല്ലെങ്കിൽ ഉപയോഗപ്രദമല്ലാത്ത സമ്പത്ത് ഇന്ത്യയിൽ അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിയന്ത്രിക്കുവാനും പിന്നെ ഇപ്പോഴത്തെ ഫോറിൻ നമ്മളിപ്പോൾ ഡയന സ്വർണം വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം അല്ലെങ്കിൽ ഒരു പവനോ 1 ലക്ഷത്തിക്കുള്ളായില്ലേ, 1 ലക്ഷത്തിൽ കൂടുതലായി. അപ്പം 10 പവൻ മേടിച്ചാൽ 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു. പക്ഷേ ഇത് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്കോ ദുബായിലേക്കോ ബ്രിട്ടീഷിലേക്കോ മാറുന്നുണ്ട്. ബിക്കോസ് ദ ICICI or RBI or some government agency, bank or somebody have been purchased from the international level. അപ്പോൾ ആ പണം അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. 1 ലക്ഷം അല്ലെങ്കിൽ ചിലപ്പോൾ 90,000 പോകുന്നുണ്ടാകും. സോ ഈ പണം ഇന്ത്യയുടെ റിസർവ് ചെയ്യുന്ന പോകുന്നത്. സോ വി ഹാവ് ടു റിസർവ് ദാറ്റ് ഫണ്ട്. ഇത് വന്നാലോ ഈ ഫണ്ട് ഇവിടെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. സോ നാഷണൽ എക്കണോമി ഹാസ് ബീൻ അഫക്റ്റഡ് എ ലോട്ട്. അപ്പോൾ ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഒരു സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം, പരമാവധി വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ കേരളം എന്ന് പറയുന്നത് സ്വർണത്തിനൊക്കെ അത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ്. കേരളത്തിലുള്ളവരൊക്കെ കല്യാണത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് സ്വർണം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ സ്വർണം അങ്ങനെ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മേടിക്കരുത് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ കാര്യക്ഷമമായി അതിന് എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം വന്നു എന്നാണ് ഇപ്പോഴത്തെ സ്വർണ്ണ തൊഴിലാളി അസോസിയേഷൻ്റെ BMSൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത്. അവർ നല്ലോണം കുറഞ്ഞു ഏതായാലും മോഡിജിയുടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മോഡിജി പറഞ്ഞത് സ്വന്തം മകളെ മുക്കുകൊണ്ടെടുത്ത് അയക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കല്യാണം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, പരമാവധി വീട്ടിലിരുന്ന സ്വർണ്ണം എടുത്ത് റീയൂസ് ചെയ്യണം. അതൊന്നും ഞാൻ തൊട്ടില്ല, എനിക്ക് വളരെ സമ്പത്തുണ്ട്, ഞാൻ വീണ്ടും ഒരു ഡയമണ്ട് ആഭരണം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ അത് ഉപയോഗിക്കും എന്നുള്ള വാശി പാടില്ല. സ്വന്തം ഗോൾഡ് ഉപയോഗിക്കുക. പിന്നെ ഒരു പർച്ചേസ് ചെയ്ത് സൂക്ഷിക്കാൻ, വില കൂടും അത് കാരണം ഇത് സൂക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ബൈ സം പർട്ടിക്കുലർ ഈ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ വി ക്യാൻ റീയൂസ് ഇറ്റ് കുറച്ചും കൂടെയൊക്കെ. എന്നാലും അതിന് പ്രശ്നങ്ങളുണ്ട്. അക്ഷയ തൃതീയൊക്കെ വരുമ്പോഴാണ് കൂടുതലും സ്വർണം മേടിക്കുന്നവർ നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ളത്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, അത് ഇറ്റ്സ് എ മാർക്കറ്റിംഗ് തന്ത്രമാണ്. അക്ഷയ തൃതീയൊക്കെ സ്വർണം വാങ്ങിച്ചിട്ട് ജ്വല്ലറിക്കാർ പണക്കാരായ എൻ്റെ വീട്ടിലൊന്നും എനിക്കൊന്നും സമ്പാദ്യം കണ്ടിട്ടില്ല. എൻ്റെ കുറച്ച് പൈസ പോയി എന്നല്ലാണ്ട്. അല്ലെങ്കിൽ അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിലീഫ്. ചിലപ്പോൾ ചിലർക്ക് ശരിയായിരിക്കാം, ചിലർക്ക് ശരിയാവണമെന്നില്ല. ഏതായാലും അക്ഷയ തൃതീയക്കൊക്കെ ഒരു ജനകീയത അല്ലെങ്കിൽ ഇത്രയേറെ വിശ്വാസം വന്നിട്ടൊക്കെ ഒരു 20 വർഷത്തിനപ്പുറമൊന്നും അക്ഷയ തൃതീയ ഞാൻ കേട്ടിട്ടില്ല. അതിസമ്പന്നരെങ്ങാനും വാങ്ങിച്ചിട്ടുണ്ടാകാം. ഇനി അതുകൊണ്ടാണോ അതിസമ്പന്നരായത്, അക്ഷയ തൃതീയ വന്നതിന് ശേഷം എത്ര ദരിദ്രർ സമ്പന്നരായി എന്നുള്ളതൊക്കെ കണക്കെടുത്ത് പഠിക്കേണ്ടതാണ്. ഏതായാലും നല്ല കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഞാൻ ഏതായാലും പ്രാർത്ഥന പാടിക്കഴിഞ്ഞാൽ സ്വർണ്ണമൊന്നും വീട്ടിലേക്ക് വരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പണിയെടുക്കുന്നതേ വരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് കാരണം ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ആഹ്വാനം, നിങ്ങൾ സ്വർണം വാങ്ങിക്കുമ്പോൾ ഇത്തരം ഒരു നമ്മളുടെ ഡെഡ് സ്റ്റോക്കിലേക്ക് പോകരുത് എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാണ്ട് പെൺമക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ, ഇപ്പോൾ പെൺകുട്ടികളൊന്നും സ്വർണ്ണമൊക്കെ വളരെ കുറവാണ് ഇടുന്നത്. എന്നാലും അപ്പോൾ നിങ്ങൾ എന്താ താലിമാല വെച്ച് ബാക്കിയെല്ലാം റോൾഡ് ഗോൾഡാക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിദേശയാത്രകൾ വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാലും സാധാരണക്കാരാണെങ്കിലും പോലും വിദേശയാത്രകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ വിദേശയാത്രകൾ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന പോലെ ഒരു നിർദ്ദേശമായി പോയില്ലേ ഇത്? എക്സലന്റ്. അത് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നോക്കൂ, നിങ്ങൾക്ക് വിദേശയാത്ര പോകാം, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിദേശയാത്ര പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തെ തന്നെയുള്ള പ്രധാനപ്പെട്ട വെരി അട്രാക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടിനെ നമ്മൾ ഒഴിവാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ പീപ്പിൾ ആർ ഗോയിങ് ടു ബാലി ഓർ സേ ഹോങ്കോങ്, നോട്ട് ഹോങ്കോങ്, തായ്ലാൻഡ് ഓർ അതർ ഫിലിപ്പൈൻസ്. ഇപ്പോഴത്തെ പുതിയ ഏരിയ ഫിലിപ്പൈൻസ് ആണല്ലോ. പക്ഷേ ലക്ഷദ്വീപ് അതിനേക്കാൾ നല്ലതാണ്. ലക്ഷദ്വീപ് ഇറ്റ്സ് എക്സലൻറ്റ് ദാൻ എനി അതർ ഐലൻഡ്. ദിസ് തിങ് ഇപ്പം സേ ലൈക്ക് ബ്ലൂ ലഗൂൺസ് അങ്ങനെയാണല്ലോ പറയണത് അതിനെ, അല്ലെങ്കിൽ വാട്ടർ ജമ്പിങ്, അത്തരത്തിലുള്ള വാട്ടർ സ്പോർട്സ്, ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി തെളിമേറുന്ന കടലും ശാന്തമായ കടലും ഒക്കെയുള്ള സ്ഥലമാണ്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് സീ പ്ലെയിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേപോലെ അവിടുത്തെ കണക്ടിവിറ്റിയും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളും വിജയിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ, ദാറ്റ്സ് എ വണ്ടർഫുൾ ഐലൻഡ്.
ഡിഫൻസിൻ്റെ സ്ട്രാറ്റജി പ്രകാരവും അതേപോലെ തന്നെ ടൂറിസത്തിൻ്റെ ഇത് പ്രകാരവും ഇറ്റ്സ് ആൻ എക്സലൻ്റ് ഏരിയ. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ സ്വന്തം രാജ്യത്ത് ഇത്തരത്തിലുള്ള സീ റൂട്ടുകളായാലും അതേപോലെ തന്നെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടത് അവിടുത്തെ പല നദികളും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അടിത്തട്ട് കാണാൻ പറ്റുന്ന അത്ര നിർമ്മലവും ശാന്തവുമായി ഒഴുകുന്ന നദികൾ. അപ്പോൾ പക്ഷേ അത് പോകുന്നില്ല. ഇപ്പോൾ സിക്കിമോ ഭൂട്ടാനോ അതേപോലത്തെ ഉള്ള സംസ്ഥാനങ്ങൾ ഈ പറയുന്ന സ്വിറ്റ്സർലൻഡോ ഒക്കെ പോലുള്ള ഏത് രാജ്യത്തേക്കാൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അത്ര ഉണ്ടാവില്ല, പക്ഷേ അത് കാണാൻ ധാരാളമുള്ള സൗന്ദര്യമുള്ള ഒരു സ്ഥലങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലാണ് ഒരുപക്ഷെ ലോകത്തെ എല്ലായിടത്തുമുള്ള വിവിധ തരം ഈ പറയുന്ന പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ. ഇപ്പം വി ഹാവ് ഐസ്ലാൻഡ്, ഇപ്പോൾ കാശ്മീരിലായാലും ഹിമാചൽ പോയാലും ഐസി ലാൻഡ്സ് ധാരാളമുണ്ട്. വി ഹാവ് നമ്മുടെ കടലും കായലുമുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ മരുഭൂമികളുണ്ട്, ഹില്ലി ഏരിയകളുണ്ട്. നമുക്ക് എന്താ ഇല്ലാത്തത്? എവറിത്തിങ് വി ഹാവ്. ഇത്രയും വിവിധ തരങ്ങളിലുള്ള ഭൂപ്രദേശങ്ങളുള്ള ഒരു രാജ്യം ഇത്രയും ചെറിയ സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുമെന്ന്.